സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമൊരുക്കി ബി.ജെ.പി. തൃശൂർ നഗരത്തിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം തുടങ്ങും. N.K. ഷിജു ഉണ്ട്. ഷിജു, പറഞ്ഞ പോലെ തന്നെ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയത് മുതൽ വലിയ സ്വീകരണം, വരവേൽപ്പ്. ഈ രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ മണികണ്ഠനാലിൽ തേങ്ങയുടച്ചതാണ് അവിടെ ചെന്ന് അതിന്റെ പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ റാലി തുടങ്ങാറാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആവേശകരമായ റോഡ് ഷോ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്വരാജ് റൗണ്ടിന് വലം തെറ്റി. ഈ സ്വരാജ് റൗണ്ട് മുഴുവൻ വലിയ തോതിൽ പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ചരിത്ര വിജയം, അതൊരു ചരിത്രപരമായ വിജയാഹ്ലാദം കൂടിയാക്കി മാറ്റുകയാണ് ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഈ മണികണ്ഠനാലിൽ അദ്ദേഹം ഗണപതി കോവിലിൽ തേങ്ങയടിച്ച് ഒപ്പം തന്നെ അവിടെ ലക്ഷ്യതരവും മരവും കൂടി നട്ട ശേഷമാണ് അദ്ദേഹം തന്റെ ഈ റോഡ് ഷോക്ക് തുടക്കമിട്ടിട്ടുള്ളത്. റോഡ് ഷോയോടൊപ്പം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുണ്ട്. ഒപ്പം പിന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ നിരവധി പ്രവർത്തകരുണ്ട്. അത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ ഈ റോഡ് ഷോയെ വീക്ഷിക്കാനെത്തിയിരിക്കുന്നത്. അവരെ കൈവീശിക്കൊണ്ട് സുരേഷ് ഗോപി ഇപ്പോൾ ഈ തൃശൂർ സ്വരാജ് റൗണ്ടിന് വലയം വെച്ചുകൊണ്ട് ഈ റോഡ് ഷോ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ തൃശൂർ കളക്ടറേറ്റിലെത്തി അദ്ദേഹം തന്റെ വിജയപത്രിക കളക്ടർ കൃഷ്ണതേജയിൽ നിന്ന് സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് തൃശൂരിലെ ജനങ്ങൾ തന്നെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അവരെ ഇനി ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം തൃശൂരിൽ നടത്തുമെന്നുള്ളതാണ്. അത്തരത്തിൽ ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് തൃശൂരിന്റെ നഗരം ുള്ള ഏറ്റവും തൃശ്ശൂരിൻ്റെ തലയിൽ വെച്ച് ഞാൻ കൊണ്ടു നടക്കും. ഇത് പറഞ്ഞത് സുരേഷ് ഗോപിയാണ് കേട്ടോ. സുരേഷ് ഗോപി വളരെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 4,12,000 ചില്ലാനം വോട്ടുകളോട് സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള കാരണം എന്താ ഫ്രണ്ട്സ്? അപ്പം നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ന്യൂസാണ് കേരളത്തിൽ സംഭവിച്ച വൻ വിജയത്തിലുള്ള ഒരു ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥാനാർത്ഥി. അത് ആരാന്നറിയോ? സുരേഷ് ഗോപിയാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. വൻ ഭൂരിപക്ഷത്തിൽ 4,12,000 ചില്ലാനം വോട്ടിന് സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് തൃശ്ശൂർ കൊടുത്തിട്ടുള്ളത്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ വൻ സ്വീകരണം. എൻ്റെ അറിവിൽ തൃശ്ശൂർ ഇത്രയും വലിയ തൃശ്ശൂർ പൂരത്തിനല്ലാതെ ഇത്രയും ജനങ്ങൾ തടിച്ചുകൂടി ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണാം. തൃശ്ശൂർ പൂരത്തിനാണ് ഇത്രയും അധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി അത്രയും ആളുകളാണ് സുരേഷ് ഗോപി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് റോഡിൽ വന്ന് നിൽക്കുന്നത്. കാരണം റോഡ് ഷോ കാര്യങ്ങളും ഒരുപാട് പ്രോഗ്രാംസും അറേഞ്ച് ചെയ്തിട്ട് വൻ സ്വീകരണം പറഞ്ഞാൽ വൻ സ്വീകരണം. സുരേഷ് ഗോപിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സുരേഷ് ഗോപി ഒരു സിനിമ നടനാണ്, അറിയാലോ എല്ലാവർക്കും. നമ്മൾ ആക്ഷൻ മൂവീസും ക്രൈം മൂവീസും ഒക്കെ കാണുന്ന ആൾക്കാരല്ലേ? ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ മലയാളം മൂവീസ്, ഈ ആക്ഷൻ ക്രൈം മൂവീസൊക്കെ ഓർമ്മ വരുമ്പോൾ സുരേഷ് ഗോപിയുടെ ഫേസ് നമുക്ക് ഓർമ്മ വരും. പോലീസ് വേഷങ്ങളാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് കുപ്പായം കാണുമ്പോൾ സുരേഷ് ഗോപി ഓർക്കാത്ത ആരും ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. MP ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ലോക്സഭാ ഇലക്ഷനിലോട്ട് മത്സരിച്ചു. തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുക എന്നാണ് പുള്ളി പറഞ്ഞ ഡയലോഗ്. പുള്ളിയുടെ ഓരോ പഞ്ച് ഡയലോഗ് അത്രയും ഫേമസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കേരളത്തിൽ NDA വളരെ ചുരുക്കമാണ്. NDAയുടെ വിജയം, BJPയുടെ വിജയം, അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ UDF, LDF ഈ രണ്ട് പാർട്ടീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇവർ മാറി മാറി വരുന്ന ഭരണമാണ് നമ്മൾ കണ്ടത് തുടക്കം മുതൽ, കേരളത്തിൻ്റെ ആരംഭം മുതൽ. അതിലൊരു BJP ഭരണം പോലും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, LDF ഒരു 5 വർഷം 10 വർഷം ഭരിക്കും. അതിലെന്തെങ്കിലും പോരായ്മ വന്നാൽ അടുത്ത UDF വരും. UDFൽ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ LDF വരും. അങ്ങനെ ജനങ്ങൾ മാറി മാറിയാണ് 5-10 വർഷം കഴിയുമ്പോൾ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പോരായ്മകൾ അത് പലതും ഉണ്ട്, പല കാര്യങ്ങൾ. അത് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ റീസെൻ്റ്ലി എന്ന് വെച്ചാൽ ഈ 2024 ഇലക്ഷനിലാണ് വൻ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ. പുള്ളിക്കാണ് സാധാരണ വോട്ടൊക്കെ കിട്ടി ജയിക്കാറ്. പുള്ളിയെ മറികടന്ന് വൻ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വിജയം? പുള്ളി ഒരു സിനിമാ നടനായതുകൊണ്ട്, ഫാൻസ് കൂടുതലായതുകൊണ്ടാണ്?
അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് കൊല്ലത്ത് മുകേഷ് നിന്നിട്ടുണ്ടായിരുന്നു, മുകേഷിനും വിജയം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് കാരണം? ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്. ഓക്കെ, ഗോപി എന്ന നടൻ സിനിമയിൽ വൻ തിളക്കമായിട്ട് ഉണ്ടായിരുന്നു. പുള്ളി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയതിന് ശേഷം പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ നല്ല കാര്യങ്ങൾ കൂടുതൽ സ്വാധീനിച്ചത് സ്ത്രീകളെയാണ്. കാരണം ഈ ഇലക്ഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളി കിട്ടിയ വോട്ടിൽ കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ കാണിക്കാം. കുറച്ച് സ്ത്രീകൾ പറയുന്ന കാര്യങ്ങളാണ്. സ്നേഹിക്കുന്നവരെല്ലാരും കൂടി സുരേഷ് ചേട്ടന് കൊടുത്തു. വളരെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. തൃശ്ശൂർ നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു നടിക്കുള്ള മറുപടിയും കൂടിയാണത്. നമ്മൾ തൃശ്ശൂര് കൊടുത്തു. ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ചെമ്പല്ല, അത് ബാക്കിയുള്ളവരെ നെഞ്ചത്തേക്കുള്ള ഒരു അമ്മാണ്. അത് ഇപ്പൊ സാക്ഷാത്കരിച്ചേക്കാണ്. തൃശ്ശൂർ എടുത്താൽ നെഞ്ചത്ത് വെക്കുന്ന പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു, ആ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണ് സുരേഷ് ഗോപി വെച്ചത്. അത് മാത്രമല്ല, ഇത് സ്ത്രീകളുടെ വിജയമാണ്, സ്ത്രീകളുടെ തീരുമാനമാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞ ഗൂസ്ബംസ് വരെ വരും. സത്യം പറഞ്ഞാലോ, അതായത് പുള്ളി ഇതിനു മുമ്പ് പുള്ളിക്ക് ഒരുപാട് ഇഷ്യൂസ് നേരിട്ടുണ്ടായിരുന്നു. ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണാം വീഡിയോ. ഒരു ജേർണലിസ്റ്റിനെ തോളത്ത് കൈ വെച്ചു എന്ന് പറഞ്ഞിട്ട് വിവാദം ഉണ്ടായി. പിന്നെ വേറെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പെൺകുട്ടി എന്തൊക്കെയോ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൽ ഇറിറ്റേറ്റഡായിട്ട് പുള്ളി മറുപടി കൊടുത്തത്. ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള വിവാദങ്ങളുണ്ടായി. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ കാണുന്നതാണ്, മോശമായിട്ടൊന്നും അവിടെ പ്രവർത്തിച്ച് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളല്ല കേട്ടോ. ഞാൻ ആദ്യമേ പറയാം, എനിക്ക് സത്യമെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. ഞാൻ ആദ്യമേ പറയുകയാണത്. ഓക്കെ, അല്ലാതെ ഞാൻ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളല്ല. എനിക്ക് സത്യം തോന്നിയ കാര്യം ഞാൻ വിളിച്ച് പറയും, അത്രേ ഉള്ളൂ. അപ്പം അന്ന് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്, ലൈവ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാണ്. അവിടെ മോശമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എതിർ പാർട്ടിക്കാർ അത് വളരെ മോശമായിട്ട് എടുത്തു, സ്ത്രീകളോട് അപമാനമായിട്ട് പെരുമാറി എന്ന രീതിയിൽ ആ കുട്ടിയും അതുപോലെ തന്നെ പാർട്ടിക്കാരും അത് സംസാരിച്ചു. അപ്പോൾ ഒരിക്കലും അത് പലർക്കും അത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. എനിക്കും അത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവിടെ മോശമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. സംസാരത്തിനിടയിൽ അറിയാതെ പറ്റിപ്പോയ സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പല ആൾക്കാരും നോക്കി കാണുന്നുണ്ട് എന്നുള്ള കാര്യം പലരും മറന്നുപോയി, ഇതിൻ്റെ സത്യാവസ്ഥ. അതുപോലെ തന്നെ ലൂർദ് പള്ളിയിൽ പുള്ളി ഒരു കിരീടം വെച്ചിട്ടുണ്ടായിരുന്നു 2-3 മാസങ്ങൾക്ക് മുമ്പ്. പുള്ളിയുടെ നേർച്ചയായിരുന്നു, ഫാമിലിയെ കൊണ്ടുപോയിട്ട്. അതിനെതിരെ പോലും പാർട്ടിക്കാർ പല രീതിയിൽ മോശമായി സംസാരിച്ചു. പുള്ളിയെ പല രീതിയിൽ തളർത്താൻ നോക്കി, പല രീതിയിൽ. പക്ഷെ അവിടെ ഒന്നും തോറ്റു കൊടുത്തില്ല. അതുപോലെ തന്നെ പല ചെറിയ കാര്യങ്ങൾ കൊണ്ട് പുള്ളി ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സോഷ്യൽ സർവീസായിട്ട് വേണം. ഇതിന് മുമ്പ് ഞാൻ കണ്ട ഒരു വീഡിയോയിൽ പുള്ളി ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഫുഡ് സെർവ് ചെയ്യുന്ന അമ്മമാർക്ക് ഫുഡ് കൊടുക്കുക. അത് ഒരു തവി കൊടുത്തു, അടുത്ത ഓരോരുത്തർക്ക് ഒരു തവി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലും ആളുകൾ നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും ഫുഡ് എല്ലാവരും കൊടുക്കണമല്ലോ, ഒരാൾക്കോ 2 പേർക്ക് കൊടുത്താൽ പോരാ. ഒത്തിരി അമ്മമാർ വരുന്നുണ്ട്, അവർ കൊടുക്കണം. പുള്ളി അതിനനുസരിച്ചാണ് കൊടുക്കുന്നത്. അതുപോലും നെഗറ്റീവായി സംസാരിച്ച ആളുകളുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെ വളരെ നെഗറ്റീവായിട്ട് വിമർശിച്ച് അവസാനം പുള്ളിക്ക് തന്നെ വിജയം ലഭിച്ചു. അതിന് കാരണം സ്ത്രീകൾ തന്നെയാണ്. ഭൂരിപക്ഷം സ്ത്രീകളുടെ വോട്ടാണ് പുള്ളി കിട്ടിയിട്ടുള്ളത് എന്നാണ് എൻ്റെ കണ്ടെത്തൽ. കാരണം ഒരു കുടുംബം, അമ്മ, മക്കൾ, ഭാര്യ, സഹോദരിമാർ, അങ്ങനെയുള്ള ഒരു കുടുംബത്തിലുള്ള സ്ത്രീകൾ ഇയാളെ നല്ല മനസ്സ് നോക്കിക്കാണുന്നുണ്ട്. പല കാര്യങ്ങളും ഇയാൾ ചെയ്ത പോസിറ്റീവ് കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. നെഗറ്റീവ് എന്ന് പറയാൻ സുരേഷ് ഗോപി ചെയ്തിട്ടുള്ള ഒരു കാര്യം പോലും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് പൊതുവെ വീട്ടമ്മമാരും കുടുംബത്തിലുള്ള സ്ത്രീകളും കൂടുതൽ വോട്ട് സുരേഷ് ഗോപി കൊടുത്തത്. അവരതിൽ സാറ്റിസ്ഫൈഡ് ആണ് 100%. ഓക്കെ, അവർക്കൊരു മാറ്റം വേണം, അവർക്ക് പുരോഗമനം വേണം, അവർക്ക് വികസനം വേണം എന്നുള്ള തോട്ട് അവരെ മനസ്സിൽ വരികയും ഈ വ്യക്തിക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബെനിഫിറ്റ്, സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടാവുമെന്നും പുരോഗമനം ഉണ്ടാവുമെന്നും സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളും കുറച്ചും കൂടെ അടിച്ചമർത്തിൽ നിന്ന് കുറച്ചും കൂടെ
പുരോഗമനം ഉണ്ടാവുന്നൊരു ചിന്താഗതി സ്ത്രീകളുടെ മനസ്സിൽ വരികയും അങ്ങനെ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുക്കുകയും ചെയ്തു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നെഗറ്റീവ് പോലും സുരേഷ് ഗോപിയെ പറയാനില്ല. പക്ഷേ രാഷ്ട്രീയക്കാർ പല രീതിയിൽ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ട് കാര്യങ്ങൾ എടുത്ത് സംസാരിക്കും. എന്തിൻ്റെ ബേസിസിൽ, എന്തിൻ്റെ പേരിൽ? യാതൊന്നുമില്ല. ഒരാളെ തളർത്തുക അല്ലെങ്കിൽ ആ പാർട്ടിയെ മോശക്കാരാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ചെയ്യുന്ന കാര്യം, പറയുന്ന അതായത് അതിന് ചെയ്ത കാര്യത്തെ നേരെ തിരിച്ചിടുക, പ്ലേറ്റ് തിരിച്ചിടുക എന്ന് പറയും. അതാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആൾക്കാർ, ജനങ്ങൾ മണ്ടന്മാരല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതൊക്കെ അവരിൽ കാണുന്നുണ്ട്. പൊളിറ്റിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ചെയ്യുന്ന കാര്യത്തെ നേരെ തിരിച്ച് പ്ലേറ്റ് മറച്ചിടും. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഷനിലാണ് അവരത് ചെയ്യുക. പക്ഷേ ഈ കാണുന്ന വ്യക്തികൾ മണ്ടന്മാരല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വോട്ടും കാര്യങ്ങളൊക്കെയാണ് ജനങ്ങൾ വിധിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിക്ക്. അതുകൊണ്ടാണ് ആ വിജയം. ആ വിജയത്തിൻ്റെ ബേസ് ചെയ്ത് സുരേഷ് ഗോപി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു വൈകാരിക മുഹൂർത്തങ്ങളിലാണ്, ഓരോ നിമിഷവും വൈകാരികമായ മുഹൂർത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. കളക്ടറേറ്റ് ചെന്ന് കയറിയതും സർട്ടിഫിക്കറ്റ് വാങ്ങിയതും അവരുടെയൊക്കെ ഇങ്ങനെ ഇത്രത്തോളം ഒരു ആവേശത്തോടു കൂടിയുള്ള ഒരു വിജയാഹ്ലാദ പ്രകടനം, അത് എങ്ങനെയാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായ ഒരു കാര്യമാണോ? അതാണ് ഞാൻ പറഞ്ഞത്, വൈകാരികമായി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. തൃശ്ശൂരിൽ എത്തിയ ഒരു സമയത്ത് ഈ പ്രചാരണ പരിപാടികളെല്ലാം നടക്കുന്ന ഒരു സമയത്ത് വലിയ തോതിലുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ ആ ആക്രമണങ്ങൾ അന്ന് എന്തെങ്കിലും ഒരു ദുഃഖം തോന്നിയിരുന്നു? അതെല്ലാം അപ്രസക്തമായി. അവരെല്ലാം സമാധാനമായിട്ട് ഇനി ജീവിക്കട്ടെ, ഉറങ്ങട്ടെ. ഏത് രീതിക്കാണ് ഈ ഒരു ജനങ്ങളുടെ ഒരു വോട്ടിംഗ് എങ്ങനെയാണെന്നാണ് കരുതുന്നത്? അവരെന്നെ മനസ്സിലാക്കിയവർ ഞാൻ ജയിക്കണമെന്ന് അവർക്കായിരുന്നു വാശി. ആ വാശിയാണ് നിങ്ങൾ കാണുന്ന 4 ലക്ഷത്തിൽ എത്ര വോട്ടാം. പറയാനുള്ളൊരു കാര്യം, പുള്ളിക്ക് വിജയം ലഭിച്ചതിന് സന്തോഷം, എല്ലാവിധ ആശംസകളും നേരുകയാണ്. നല്ല രീതിയിൽ ബെറ്ററാക്കി തൃശ്ശൂരിനെ മാറ്റിയാൽ, ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ, അതായത് പ്രയോജനമുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് തൃശ്ശൂർക്ക് ചെയ്തു കൊടുത്താൽ ഇനിയും സുരേഷ് ഗോപി എന്ന വ്യക്തി ഉയരും എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.